കണ്ടായിരുന്നോ? ഇല്ല. അയ്യോ, എവിടെ പോയി? അയ്യോ, ഇനി ഞാൻ അവരെ തെരഞ്ഞു പോകും? നിങ്ങൾ എവിടെ പോയി? എന്റെ കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. അയ്യോ, എവിടെ പോയി? നീ എവിടെ പോയി ഇത്ര സമയം? ഞാൻ സ്കൂളിൽ പോകണ്ടല്ലേ, അപ്പൻ രാവിലെ ഞങ്ങളെ പറഞ്ഞു വിട്ടല്ലേ. നീ സ്കൂളിൽ ചെന്നിട്ട് ഇവിടെ വീട്ടിൽ നേരെ തന്നെ വരണം എന്ന് പറഞ്ഞതാണല്ലോ, നീ അനുസരിച്ചില്ല. ഫിനഗാസ്, നീ പറ, നീ എവിടെ പോയി? ഞാൻ പറയാം. ആരെങ്കിലും ഒരാൾ പറ. നീ പറ, ഫിനഗാസ് പറ. അത് ഫ്രണ്ട്സിന്റെ ഒപ്പം ബ്രൗസ് ചെയ്യാൻ പോയതാ. ബ്രൗസ് ചെയ്യാനോ? ഞാൻ നിന്റെ അടുത്ത് ബ്രൗസ് ചെയ്യാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നേരത്തെ എത്തണമെന്നല്ലേ പറഞ്ഞേ? അത് നീ അനുസരിച്ചില്ല. നീയും അതുപോലെ തന്നെ കഴിച്ചു. ഞാൻ വരുന്ന വഴി ഒരു കൊച്ചു വെള്ളത്തിൽ വീണു, അതിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ. വെള്ളത്തിൽ വീണ് കൊച്ചിനെ രക്ഷിക്കാനോ? കള്ളം പറയുന്നതല്ലേ? നിന്റെ ദേഹത്തൊന്നും വെള്ളം പറ്റിട്ടില്ലല്ലോ, എങ്ങനെ രക്ഷിച്ചു? കള്ളം പറയാൻ ഇവരുടെ അടുത്ത്. ഇവിടെ വാ, നീ ഹൊഫിനി ഇവിടെ വാ, നീ ഇവിടെ ഇരിക്കട്ടാ. നീ ഇവിടെ വാ ഫിനഗാസ്, ഇവിടെ വന്നിരിക്കും. ഇരിക്കാനാ ഞാൻ പറഞ്ഞ, ഇവിടെ ഇരിക്കാനാ പറഞ്ഞ. ഓക്കെ, നിങ്ങൾ തോക്ക് കാണിച്ച് പഠിപ്പിക്കുന്നോ? മര്യാദ അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞേ? ഹൊഫിനി, ഫിനഗാസ്, നീ അകത്ത് പോയിടാ. ഇപ്പോ ഇതാണ് എന്റെ മക്കള്. പേരെന്താ? ഹൊഫിനി. ഇവന്റെ പേരെന്താ? ഫിനഗാസ്. നിങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ പോസ് കാണിക്കൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇവരാണ് എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത മക്കള്. ഞാൻ ഇവിടെ പറയുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, ഇവര് ഇവന്റെ ഈ മോന്റെ പേരെന്താ? ഹൊഫിനി. ഈ മോന്റെ പേര് ഫിനഗാസ്. ഞാൻ നിങ്ങളടുത്ത് നേരത്തെ തന്നെ വീട്ടിൽ വരാൻ പറഞ്ഞിട്ടും നിങ്ങൾ വരാതെ എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കാത്തതുകൊണ്ട് പണിഷ്മെന്റ് തരാൻ പോവാണ്. പണിഷ്മെന്റ് എന്താണെന്നല്ല, അതായത് എന്ത് ചെയ്യണമെന്നാ, 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യം മനപ്പാഠം ചെയ്യണം. ബൈബിൾ എടുക്കടാ. നിന്റെ ബൈബിൾ എവിടെ വെച്ചു? മേശയുടെ അടിയിലോ? എവിടെ? എടുത്തു പെട്ടെന്ന് വാ. ഫിനഗാസ്, നിന്റെ ബൈബിൾ എവിടെ? നിങ്ങൾ ഈ വാക്യം വീഴല്ലേ. പതുക്കെ. ഓക്കെ, ഹൊഫിനി, മനപ്പാഠം ചെയ്യാതെ ചായയും കോഫിയും നിങ്ങൾക്ക് തരില്ല. ഓക്കെ, ചായയും വടയും നിങ്ങൾക്ക് തരില്ല. പെട്ടെന്ന് പാടാ. 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യം. പുതിയ നിയമമല്ല, പഴയ നിയമം അല്ലേ? എവിടെയാ 1 ശമൂവേൽ ഇരിക്കുന്നത്? പഴയ നിയമം 1 ശമൂവേൽ 2:30, അതിന്റെ അവസാനത്തെ ഭാഗം. പെട്ടെന്ന് വായിച്ചേ. സങ്കീർത്തനം കണ്ടല്ലോ അപ്പാ. അതെ, സൺഡേ സ്കൂളിൽ പഠിക്കേണ്ട സമയത്ത് അവിടെ ചെന്ന് നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കും. ഓക്കെ, വായിക്കേ. 2:30. ഫിനഗാസ് വായിച്ചാൽ മതി. ഹൊഫിനി വായിച്ചാൽ മതി. വടിയെടുക്കും. ആകയാൽ ഇസ്രായേലിന്റെ അവസാനത്തെ ഭാഗം 3:2-20. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഓക്കെ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഓക്കെ, ഈ വാക്യം, അത്രയും സെന്റൻസ് നിങ്ങളിപ്പോൾ മനപ്പാഠം ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഈ മക്കൾ അവർ ഇപ്പോൾ മനപ്പാഠം ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ മനപ്പാഠം ചെയ്യാം, അവരെക്കാളും ഫാസ്റ്റായിട്ട്. ഓക്കെ, ഫാസ്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. മനപ്പാഠം ചെയ്തോ? ഇവിടെ ആരാ മനപ്പാഠം ചെയ്തോ? ചെയ്തോ? പറ. എഴുന്നേറ്റ് നിൽക്കാന്ന് പറഞ്ഞോ, പെട്ടെന്ന് പറയാം. 2:30. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. വെരി ഗുഡ്. നീ പറ. തരാന്ന് പറഞ്ഞല്ലേ, നീ പറ വാക്യം. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ചേർന്ന് പറയും. ഓക്കെ, പെട്ടെന്ന് പറയണേ.
ഒരു മിനിറ്റ് ഇരുന്നേ. ഇവർ കൂട്ടുകാരിപ്പം പറയാം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. നീ മാനിക്കുന്നോ? ആ ഓക്കെ, ദൈവം മാനിക്കും. ആ ദൈവം മാനിക്കും. ആ എന്നെ നിന്ദിക്കുന്നവരെ നിന്ദിതരാകും. വെരി ഗുഡ്. ഇരുന്നേ. വരാം, തരാം. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ തരാം. ഓക്കെ, ഇപ്പൊ എല്ലാം കൂട്ടുകാരെല്ലാരും ചേർന്ന് പറഞ്ഞു. എല്ലാരും ചേർന്ന് റെഡി, 1 2 3. 1 ശമൂവേൽ 2:30. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഓക്കെ, അല്പസമയം നിങ്ങൾ ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയണം. ഓക്കെ ഓക്കെ. അടുത്ത വീട്ടില് ഒരു മോനുണ്ട്. ആ മോൻ എന്ന് വന്നേ. അവൻ എവിടെയാ? ഇവിടെ നിന്നായിരുന്നല്ലോ. നിങ്ങൾ ഇരിക്കാനാ പറഞ്ഞ, എഴുന്നേക്കാൻ പാടില്ല. അവിടെ ഇരിക്കാനാ. ആ, അപ്പം മോന്റെ പേരെന്താ? ശമൂവേൽ. ആ ശമൂവേൽ അല്ലേ? ഹൊഫ്നി ഫിനെഹാസ് കണ്ടുപിടിക്ക്. ശമൂവേലാണ് പേര്. ഓക്കെ, അപ്പം ശമൂവേൽ. നിന്റെ പപ്പയും അമ്മയും എവിടെയാ? വീട്ടിലാണല്ലേ? ആ വീട്ടിലാ. ആ ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇവിടെ നമ്മൾ വായിച്ചുള്ള വാക്യം അതിലെന്താ പഠിച്ചേ? എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെന്താ? നിന്ദിതരാകും. 2 കുടുംബത്തെയാണ് പറ്റി ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. ഒന്ന് ദൈവത്തെ മാനിച്ച കുടുംബവും, ഇന്നൊന്ന് ദൈവത്തെ നിന്ദിച്ച കുടുംബത്തെ പറ്റിയും. ആരൊക്കെ പറ്റിയാണ് പറയുന്നത്? കമോൺ. ദൈവത്തെ മാനിച്ച കുടുംബവും ദൈവത്തെ നിന്ദിച്ച കുടുംബവും. ഓക്കെ, അതെ. ബൈബിളില് ഒരു അപ്പനുണ്ടായിരുന്നു. ആ അപ്പന്റെ പേരാണ് ഏലി. എന്താ? ഏലി. നമ്മുടെ അപ്പന്റെ പേര് ഏലി. അത് ഞാൻ പറയുന്ന കേക്ക്. ബൈബിളിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. വടി എനിക്ക് വേണം. വേണ്ടല്ലേ? ഓക്കെ. ആയിരിക്കൂടാ, അതുകൊണ്ടല്ലേ ഏലിന്ന് പേരിട്ടെ. ഇനി ആ അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അവരുടെ പേരാണ് ഹൊഫ്നിയും ഫിനെഹാസും. നിങ്ങളെപ്പോലെ ഒരു അനുസരണവും ഇല്ലാത്ത 2 മക്കള്. ഓക്കെ, ശരി. അപ്പൊ പറ. ഞങ്ങൾ അനുസരണം ഇല്ലാത്തായിരിക്കാൻ കാരണമുണ്ട്. അനുസരണം ഇല്ലാത്ത മക്കളുടെ പേരല്ലേ ഞങ്ങൾക്ക് ഇട്ടേക്കണേ. അതെ. ഒരു മിനിറ്റ്. നിന്റെ പേരിന്റെ അർത്ഥം നിനക്കറിയാവോ? എന്റെ പേര് ഹൊഫ്നി. എന്നെ പിള്ളേർ എന്നെ വിളിക്കണോ? നിനക്കറിയില്ല? അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു മിനിറ്റ്. നിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഹൊഫ്നി എന്ന് പറഞ്ഞാൽ പച്ചത്തവള. ആ കണ്ടില്ലേ? പച്ചത്തവള. നിന്റെ പേരിന്റെ അർത്ഥം പച്ചത്തവള. ഹൊഫ്നിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? പച്ചത്തവള. വെയിറ്റ് അവന് കൊടുക്കാം. വെയിറ്റ്. ഫിനെഹാസ് എന്ന പേരിന്റെ അർത്ഥം കറുത്ത മനുഷ്യൻ എന്നാണ്. ഒരു സംശയം, ശരിക്കും ഫിനെഹാസിന്റെ അർത്ഥം അല്ല, നീ നോക്ക്. ബൈബിളിലെ പേര് ഫിനെഹാസിന്റെ പേര് എന്താണ്? അതിന്റെ അർത്ഥം കറുത്ത മനുഷ്യൻ. ശരിക്കും അങ്ങനെ. മതി അവിടെ പേര്.